അപ്പളേ ഞങ്ങളിപ്പോ ജപ്പാനിലാണ്. ജപ്പാൻ ഓണല്ലേ എന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ഓണൊക്കെ സെറ്റപ്പ് ചെയ്യാന്ന്. ഞങ്ങളുടെ അടുത്ത് ഓണത്തിന് വേണ്ട ഒരു സാധനങ്ങളും ഇല്ല. ഈവൻ നാളികേരം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്ത് സേമിയക്ക് പകരം ഞങ്ങൾക്ക് കിട്ടിയേക്കണ സാധനം ഇവിടുത്തെ ഏത് ന്യൂഡിൽസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി കാണിച്ചു തരാം. എങ്ങനെയാ നോക്കുക. കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു നാളെ ജീവനുണ്ടെന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കണേ. അപ്പൊ പായസം ഉണ്ടാക്കാൻ കാണിക്കാം. അപ്പളേ നമുക്ക് ആദ്യം ഈ സേമിയ ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയ സേമിയ എന്ന് പറയാം. ഈ സേമിയ പോലത്തെ ഈ സാധനം നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യില്ല, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നെയ്യിലല്ല വറുത്തെടുക്കണം. ഞാൻ വെറുതെ ഇങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നല്ല റെഡ് കളറാക്കിയിട്ട് വറുത്താൽ മതി എന്ന്. അപ്പൊ ഞാൻ നല്ല റെഡ് കളറാക്കിയിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനാദ്യം നമുക്ക് ഇത് ഓണാക്കണം. ഓണാക്കിട്ടേക്ക് വറുത്തെടുക്കാം. എന്താ ഇത് വറുത്ത് ഇങ്ങനെ റെഡ് ആവൂ എനിക്കറിയില്ല. എന്തായാലും നോക്കി നോക്കാം. വീട്ടിലായിരുന്നപ്പോ ഇതൊന്നും അറിയണ്ടായിരുന്നു. വെറുതെ രാവിലെ എഴുന്നേക്ക, അമ്പലത്തിൽ പോവാ, വരിക, സദ്യ കഴിക്കുക. ഇപ്പൊ നോമ്പ് എല്ലാം അറിയുന്നു. എന്റെ അമ്മ ഇതൊക്കെ കാണണം. ഇതിന് നമുക്ക് ഒരു ചൂലും കെട്ട് എടുക്കാം ഗൈസ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടിടണം ഇതിൻ്റെ ഉള്ളിലേക്ക്. കയ്യിലെടുത്തില്ല. ഒരു പാത്രം കൂടി കിട്ടി. ഇതെങ്ങനെ പൊട്ടിച്ചിടുക? ഇങ്ങനെ എടുത്തേ. ഇത്ര അധികമൊക്കെ വേണോ മാമാ? ആ യുദ്ധം നമുക്കിതേ പൊകഞ്ഞിരിക്കാം. കട്ടിതിടാം. നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല. നോക്കിക്കൊണ്ട് നിൽക്കാതെ അളക്കടി. ഇവിടെ മൊത്തം ഞാൻ സേമിയ കൊണ്ട് പൂക്കളോട് ഇതങ്ങടാ അതിനെ പൊട്ടി. ഇതങ്ങടാ ആദ്യമേ ചെയ്താ മതി. ഒരു അജ്ഞാത രൂപം. അവളുടെ കറുത്ത കൈകളാണ് ഇതിന്റെ പിന്നിൽ. നമുക്കിത് നല്ല ചുമക്കനെ വറുത്തെടുക്കാം. ഈ റെസിപ്പി ആരും വീട്ടിൽ അനുകരിക്കരുത്. ദൈവത്തോർത്ത് അനുകരിക്കരുത്. എന്തോ പൊട്ടി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇവിടെ കടിച്ചു വരാം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള പിള്ളേർ ഞങ്ങൾ ആറ്റം. കുട്ടിക്കറിയാവോ? അത് മാത്രം കണ്ടാ മതിയോ? ഇവിടെയും കാണണ്ടേ? നോക്കൂ, ഇതിന്റെ മുഖാഭാഗം നിലത്തുണ്ട്. ദിസ് ഈസ് അവർ പായസം പോട്ട്. നമ്മൾ വീണ്ടും ഓണാക്കിയിട്ട് നമ്മളിവിടെ ഒരു ബൗള് പായസം പാല് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുപ്രായം ഇനി നമുക്ക് ഇതിങ്ങനെ കുറുക്കി എടുക്കാനാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ അച്ഛനും അമ്മേനും വിളിച്ച് പൈസ എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് കുറച്ചു നേരം ആവുമ്പോ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടാം.
നമുക്ക് ഇതിലിപ്പോ പഞ്ചസാര ഇട്ടാലോ? റെസിപ്പി അറിയാത്ത രണ്ടാളുകൾ കുക്ക് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ദിസ് ഈസ് മൈ പഞ്ചസാര പാത്രം. എങ്ങനെയുണ്ടാ? ആക്ച്വലി ഇത് ഞങ്ങളുടെ എല്ലാ അപ്പുറത്തെ റൂമത്തെ പിള്ളേരെയാണ് ഞാൻ വീഡിയോ ഗെയിം അടിച്ചു പറ്റുക. സത്യം പറയണല്ലോ, സത്യമേവ ജയതേ ജനതേ ജഗതേ എന്നാണല്ലോ. പഞ്ചസാര എത്ര പഞ്ചസാര വേണം? കണ്ടൻസ്ഡ് മിൽക്ക് ഇടല്ലേ? എത്ര പോരെ? ആക്ച്വലി കുറച്ചും കൂടെ പാലുണ്ടായിരുന്നു. പാല് കൊടുന്നപ്പോ ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നിയപ്പോ, കാപ്പി കുടിക്കാൻ തോന്നിയപ്പോ ഞങ്ങളൊരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു. അപ്പൊ കുറച്ച് പാല് കുറഞ്ഞു. തേള മാത്രമേ ഉള്ളൂ ഗൈസ്, കുറുങ്ങലില്ല. ഈ വാട്ടപ്പാലായോണ്ടായിരിക്കും. അപ്പോളേ ഇത് കുറുകാത്ത പക്ഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്യാം. ഓക്കെ, റിച്ച് ഇൻ ടേസ്റ്റ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചുട്ടോ നമ്മള്. ഇനി കുറുകും ഗൈസ്. പിന്നെ കുറുകില്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് വിളിച്ചു. ഇയാൾ ഇത്രയൊക്കെ കുറുകണുള്ളൂ. സോ ഇനി കുറുക്കണോ? എന്നാ പിന്നെ കുറുക്കി തരാട്ടോ. നടക്കില്ലട ജസ്റ്റ് ഇതൊന്ന് ഒരു സ്ഥലത്തും കാണിക്കാൻ ഞാൻ സമ്മതിക്കും. ഇതിന്റെ ഇടയിലിടാൻ പറ്റില്ല, വേറെ വേണമെങ്കിൽ ഇറക്കണേ വെച്ചിടാം. ഒരു കലാകാരിനെ അവള് കൊന്നു. കൈ കാണിക്കൂ, തിളച്ച പോലെ കയ്യിലോട്ടു. അപ്പൊ നമ്മുടെ പായസം തിളച്ച് വന്നേക്കാണ് കേട്ടോ. ഇപ്പൊ കുറുകി. ഇപ്പൊ നമ്മളത് ഇട്ടപ്പോ നല്ലോണം കുറുകി സെറ്റായിട്ട് വന്നു. ഇപ്പോ ചെറുതായിട്ട് ആ സംഭവത്തിന്, ആ സേമിയ പോലത്തെ സാധനത്തിന് ചെറുതായിട്ട് ഉപ്പുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ കഴിച്ചു നോക്കി. ഞങ്ങള് വച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കട്ടയായത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളാം. ഇനി ഇത് വെച്ച് പരീക്ഷിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓണത്തിന് പാലടിയും പരിപ്പൊക്കെ അടിച്ചിട്ട് ഞങ്ങളതൊക്കെ കഴിക്കട്ടെ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.